ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ വിക്ടോർസിനെ പറ്റി പല വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുന്നത് ഇതിൻ്റെ പ്രൈസിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ്. ഞാൻ ചില വീഡിയോസിൻ്റെ തമ്മിലൊക്കെ എക്സ്പെക്റ്റഡ് പ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ക്ലിക്ക് ബേറ്റൊക്കെ അയച്ചിട്ടുള്ള പ്രൈസാണ് ഇടാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഇതെങ്ങനെ പ്രൈസ് അറിയും, ഇത് കറക്റ്റാണോ അല്ലോ എന്നൊക്കെ. എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൈസ് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒഫീഷ്യലി കമ്പനി റിലീസ് ചെയ്തിരിക്കുന്ന പ്രൈസ് അല്ല, അതിന് ഒഫീഷ്യലായിട്ട് അവർ ഇതൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്ന, ഡെലിവറി തുടങ്ങാൻ പോകുന്നതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതെനിക്ക് തോന്നുന്നു GSTയുടെ റേറ്റ് കുറയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തായിരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ വണ്ടി ഇറക്കി പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ GSTയുടെ റേറ്റും കൂടെ കുറഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ വീണ്ടും വില കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് മൊത്തത്തിലൊരു കൺഫ്യൂഷനാവും. കാരണം ഓൾറെഡി പറഞ്ഞ വണ്ടിയുടെ വില പിന്നെയും ഒരു മാസം കൊണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ അതത്ര നല്ലൊരു പരിപാടി അല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അവരിപ്പോൾ പ്രൈസ് പറയേണ്ട, നമുക്ക് ജസ്റ്റ് വണ്ടി മാത്രം കാണിച്ച് ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പതുക്കെ പ്രൈസ് പറയാം എന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ സാധാരണ അവരങ്ങനെ ചെയ്യാത്തതാണ്. കാരണം വണ്ടി ഇറക്കുമ്പോൾ തന്നെ പ്രൈസ് പറഞ്ഞ് ഡെലിവറിയും അവർ അടുത്ത ദിവസം മുതൽ കൊടുത്തു തുടങ്ങാറുണ്ട്. ഈ വണ്ടിയുടെ കേസിലാണ് ഇപ്പോൾ അതിലൊരു വ്യത്യസ്തത വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുമില്ലായിരുന്നു. സാധാരണ അവർ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗ്ലിംസിലൊക്കെ വണ്ടി കാണിക്കാറുള്ളതാണ്. ഇതിപ്പോൾ അതുമില്ല, ഡയറക്റ്റ് നമുക്ക് റിവീൽ ചെയ്ത് വണ്ടി എങ്ങനെയുണ്ട്, ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്നൊക്കെയാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. എനിവേ ഈ വീഡിയോയിലൂടെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുമ്പം ഞാൻ പറയുന്നു, ഒറിജിനൽ കമ്പനിയുടെ പ്രൈസ് അല്ല, നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസും അതുപോലെ ഇതിൻ്റെ പ്രൈസും പിന്നെ ഇനി കുറയാൻ പോകുന്ന GST, ഈ സെഗ്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ GST കുറയുന്നതിൽ വണ്ടികൾക്ക് ഏറ്റവും ലീസ്റ്റ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ആകെപ്പാടെ 55,000-60,000 രൂപയ്ക്ക് മാക്സിമം അവർക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് മാക്സിമം ആണ്, ബേസിക് വേരിയൻസിൽ അധികം കുറയാനുള്ള ചാൻസ് തന്നെ ഇല്ല. എന്തായാലും അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു പ്രൈസ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ആക്യുറേറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ 50,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. പക്ഷേ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കാരണം ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്തിട്ടും അതുപോലെ നമ്മുടെ GST റേറ്റ് ഒക്കെ ഇത്തിരി കുറച്ചിട്ടുമാണ് ഞാനത് റെഡിയാക്കിയിരിക്കുന്നത്. വെറുതെ മാനത്തൊന്നും ഉണ്ടാക്കിയ പ്രൈസാണെന്ന് വിചാരിക്കരുത്. അത്യാവശ്യം ഇതിൻ്റെ ബാക്കിൽ ഇരുന്ന് പണിയെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് കാണിക്കുന്നില്ല, നമുക്ക് പതുക്കെ ഓരോരോ മോഡൽസ് ആയിട്ട് നോക്കാം. ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ 1.5 NA പെട്രോൾ എഞ്ചിൻ്റെ പ്രൈസാണ്. അതിൽ തന്നെ നമുക്ക് 5 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 10.69 to 11 lakhs ഇടയിലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, LXI മോഡലാണ്, മാനുവൽ മാത്രമേ നമുക്ക് അതിൽ കിട്ടുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ VXIയിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം 11.99 lakhs ആണ് ഞാനതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. ഓട്ടോമാറ്റിക് 1.4 lakhs ആണ് നമ്മൾ ഗ്രാൻഡ് വിറ്റാരിൽ അഡീഷണൽ ആയിട്ട് കണ്ടത് എക്സ്ഷോറൂമിൽ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിലും 13.39 lakhs ഇട്ടിട്ടുണ്ട്. അത് ആ റേഞ്ച് വെച്ച് നിങ്ങൾ അഡീഷണൽ കൂട്ടിയാൽ മതി. അതിന് മുകളിലേക്ക് വരുമ്പോൾ ZXI മോഡലാണ്, 13.99 lakhs ആണ് അതിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതിന് 2 ലക്ഷം രൂപ എക്സ്ട്രാ വാങ്ങാനുള്ള കാരണം ഒന്നാമത് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, പിന്നെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ZXI മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. അലോയ് വീൽസ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. കുറേയൊക്കെ ടോപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വെല്ലോഡ് വേരിയൻ്റ് ആണ് ZXI എന്ന് പറയുന്നത്. ഇനി ZXI ഓപ്ഷണൽ ഉണ്ട്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാനറോമിക് സൺറൂഫ് മാത്രമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഓപ്ഷണൽ വേരിയൻറ്റ് പാനറോമിക് സൺറൂഫ് മാത്രമായതുകൊണ്ടാണ് 60,000 മാത്രം അവിടെ അഡീഷണൽ എക്സ്ഷോറൂമിൽ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ 60,000 ആവും, മാക്സിമം പോയി കഴിഞ്ഞാൽ 70,000 ആവും. അതിന് മുകളിൽ എന്തായാലും കൂടാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ZXI പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് ആണ്. അതും നമുക്ക് സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള വേരിയൻറ്റ് വരുന്നുണ്ട്. സൺറൂഫ് ഇല്ലാത്ത മോഡൽ ZXI പ്ലസ് എടുക്കുകയാണെങ്കിൽ 15.59 lakhs ആണ് എൻ്റെ ഒരു എസ്റ്റിമേഷൻ വരുന്നത്. 16.99 ആണ് ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മോഡലിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ്. ഇനി സൺറൂഫ് ഉള്ള മോഡലാണെങ്കിൽ 16.19 lakhs ആണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് വരുന്നത്. ആൻഡ് 17.59 lakhs ആണ് ഓട്ടോമാറ്റിക് മോഡലിൽ അതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് വരുന്നത്. ഇതിൽ തന്നെ ZXI മുതൽ ZXI ഓപ്ഷണൽ, ZXI പ്ലസ് ഓപ്ഷണൽ, അങ്ങനെ ഏത് വേരിയൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഡുവൽ ടോൺ കളർ ഓപ്ഷൻസും ചൂസ് ചെയ്യാൻ പറ്റും. 16,000 rupees ആണ് അതിന് എക്സ്ഷോറൂമിൽ അഡീഷണൽ വരുന്നത്. ചിലപ്പോൾ ഓൺ റോഡ് ഒരു 20,000 ആയിട്ട് വരുമായിരിക്കും. പക്ഷെ അത്രേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് കൂടുതലൊന്നുമില്ല. ഇനി അടുത്ത ഈ വണ്ടിയുടെ CNG മോഡൽസിൻ്റെ പ്രൈസാണ്. അതും നമുക്ക് ഈ സെയിം എഞ്ചിനിൽ തന്നെയാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം ഒരു ബേസ് മോഡൽ മുതൽ CNG കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരിലൊക്കെ ആകെപ്പാടെ 2 വേരിയൻസിൽ മാത്രം, ഡെൽറ്റയിലും സീറ്റിലും മാത്രമേ CNG ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് LXI, VXI, ZXI 3 വേരിയൻസിൽ CNG ഉണ്ട്. മാനുവൽ മാത്രമേ ഉള്ളൂ. ടാറ്റയൊക്കെ ഓട്ടോമാറ്റിക്കലി CNG കൊടുത്തു തുടങ്ങി. ഇവർ അണ്ടർബോഡി CNG ടാങ്ക് ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കലും കൂടെ വേണമെങ്കിൽ CNG കൊടുക്കാമായിരുന്നു. ബട്ട് എനിവേ അത് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് സ്റ്റാർട്ടിംഗ് പ്രൈസ് 11.64 lakhs ആയിരിക്കും വരുന്നത്. ആൻഡ് VXI 12.94, ZXI 14.94 ആയിരിക്കും വരുന്നത്. 95,000 വെച്ചാണ് പൊതുവെ ഇവർ ഗ്രാൻഡ് വിറ്റാരയ്ക്കൊക്കെ അഡീഷണൽ വാങ്ങാറ്. സോ അതിൻ്റെ ഒരു എസ്റ്റിമേഷനിലാണ് നമ്മളതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസിൽ ഈ ഒരു അഡീഷൻ ചെയ്തിരിക്കുന്നത് CNG മോഡൽസിൻ്റെ. പിന്നെ CNG അവർ ZXI ഓപ്ഷണലിൽ കൊടുക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. CNG എടുക്കുന്നവർക്ക് സൺറൂഫ് വേണ്ടെന്നാണോ മാരുതി ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. പിന്നെ അതിന് മുകളിലേക്കുള്ള ZXI പ്ലസ് അങ്ങനത്തെ വേരിയൻസിലേക്ക് ഇന്നവർ കൊടുക്കുന്നില്ല.
ഇനി അടുത്തതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മോഡലാണ്. നമുക്ക് ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സുസുക്കി ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനകത്ത് കുറേ മൾട്ടിപ്പിൾ മോഡ്സ്, അതായത് ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്, 4 മോഡ്സ് വരുന്നുണ്ട്. ഇനി അതിൽ നമുക്ക് ആകെപ്പാടെ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്, അതായത് 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക് വെച്ച് വരുന്ന മോഡൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നത്. അതും ZXi പ്ലസിലും ZXi പ്ലസ് ഓപ്ഷനിലും മാത്രമേ കിട്ടുന്നുള്ളൂ. ഓൾ വീൽ ഡ്രൈവിന് അത്യാവശ്യം നല്ല പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് 1.5 ലാക്സിൻ്റെ മുകളിലായിട്ട് ഡിഫറൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ 18.49 ലാക്സ് ആണ് ഞാൻ ZXi പ്ലസ് മോഡലിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ZXi പ്ലസ് ഓപ്ഷനിൽ 18.99 ആണ് ഇട്ടിരിക്കുന്നത്. ടെക്നിക്കലി 19.1 അടുത്ത് വരും. അത് പിന്നെ അങ്ങനെ കൊടുക്കുമ്പം കാണാൻ രസമില്ലാത്തതുകൊണ്ട് ഞാൻ 18.99 കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിനൊരു നീഷ് ഓഡിയൻസ് ഉണ്ടാവുള്ളൂ ഓൾ വീൽ ഡ്രൈവ് വാങ്ങുന്ന ആൾക്കാർ. പക്ഷേ എന്തായാലും അതുവരെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ ട്രെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. അതും സ്ട്രോങ് ഹൈബ്രിഡ് ECVT ട്രാൻസ്മിഷൻ വെച്ചാണ് ഇത് വരുന്നത്. ആൻഡ് നമുക്ക് അതിൻ്റെ അകത്ത് VXi മോഡൽ മുതലാണ് ഹൈബ്രിഡ് കിട്ടുന്നത്. മാക്സിമം ZXi പ്ലസ് ഓപ്ഷനിൽ വരെ, അതായത് ബാക്കിയുള്ള എല്ലാ വേരിയൻസിലും ഹൈബ്രിഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ 1.5 ഓട്ടോമാറ്റിക് കിട്ടുന്ന പോലെ തന്നെ 16.19 ലാക്സ് ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് VXi മോഡലിൽ വന്നിരിക്കുന്നത്. അത് കൂടുതലല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ ബാറ്ററി പാക്ക് ലോക്കലൈസ് ചെയ്തു എന്ന് പറയുന്നു. സാധാരണ ഗ്രാമിറ്റാരിൽ 3.25 ലക്ഷം രൂപ വരെ ഒരു എക്സ്ഷോറൂം അഡീഷണൽ വാങ്ങുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒരു ഇത്തിരി കുറച്ചിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എവിടെയും കൂടുതൽ ഇട്ടിട്ടില്ല. കാരണം അവർ ബാറ്ററി പാക്ക് തന്നെ ലോക്കലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ബേസ് മോഡലിനൊക്കെ കുറച്ച് കൂടുതലാണ് വരേണ്ടത്. പിന്നെ ബാക്കി വേരിയൻസ് നിങ്ങൾക്ക് കാണാം. 18.19, 18.79, 19.49, 20.19 വരെയാണ് ഇതിനകത്ത് മാക്സിമം പ്രൈസ് പോകുന്നത്. അതായത് ZXi പ്ലസ് ഓപ്ഷനിൽ 20.19 ലാക്സ് ആണ് ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം പ്രൈസ് കാണാൻ സാധിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ ഇപ്പോഴത്തെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് ഏകദേശം 20.78 ലാക്സിനടുത്താണ് വരുന്നത്. അത് ഡുവൽ ടോൺ മോഡലാണ്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഡുവൽ ടോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ 20.4 ലാക്സിനടുത്തായിട്ട് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ്, അതിലും താഴെ വരുള്ളൂ, 20.35 ലാക്സ് വരും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ്. ബട്ട് സ്റ്റിൽ അത് വലിയ കുഴപ്പമില്ല. കാരണം പൊതുവേ ഈ സെഗ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണത്. പിന്നെ GST റേറ്റ് കുറയുന്നതനുസരിച്ച് വണ്ടിയുടെ വില എന്തായാലും കുറയില്ല. അതിപ്പം ഗ്രാൻഡ് വിറ്റാരിലും അധികം വൈകാതെ തന്നെ ഒരു പ്രൈസ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതൊക്കെ വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കുറച്ചിരിക്കുന്നത്. ഒരുപാട് കുറയാനുള്ള സാധ്യതയില്ല. കാരണം ഈ വണ്ടിക്ക് ഫീച്ചേഴ്സ് കൂടുതലാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം ഇനിയിപ്പോൾ അതിനൊരു ഫേസ് ലിഫ്റ്റ് എന്തായാലും അവർ കൊടുക്കും. ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് അതുവരെ എന്തായാലും അതിന് ഇതിൻ്റെ ഒരു സെയിം റേറ്റ്, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഒരു ഇത്തിരി വില കുറവാണ് ശരിക്കും അരീന ഡീലർഷിപ്പ് വഴി വരുന്നതുകൊണ്ട് വരേണ്ടത്. സോ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഉള്ള ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതുമായിട്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈസിങ് വരും എന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല. കാരണം നമുക്ക് ഗസ് ചെയ്യാവുന്നതിലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതാണ് സംഭവം. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റഫായിട്ട് അതും താഴെ കമൻസിൽ ഇട്ടേക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് കാണാമല്ലോ. ഈ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസുകൾ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.